ഇതുപോലെ മുസ്ലിമീങ്ങൾക്ക് അച്ഛന്മാരുണ്ട്. അവർ വിളിക്കുന്നത് മൗലവി, മൗലാന, ഖത്തീബ്, ഇമാം, ലബ്ബ, ആലിം, സാഹിബ്, ഉസ്താദ്, ഇങ്ങനെ പല പേരിലാണ്. നിങ്ങൾക്കറിയോ, ഞാനൊരു മുസ്ലിം അച്ഛനായിരുന്നു. ആ ചേട്ടൻ എന്നെ തുറിച്ചു നോക്കുന്നു, നീ അച്ഛനാണ്, തൊപ്പി എവിടെ, താടി എവിടെ എന്നുള്ള അർത്ഥത്തില്. ഇത് കാന്താരി പോലെ ആയിപ്പോയി, മാനുഫാക്ചറിങ് ഡിഫക്ട്. എന്ത് ചെയ്യാനാ അറിയോ? എന്റെ വീട് വയനാട്ടിലാണ്. വീട്ടുപേര് തുർക്കി എന്നാണ്. എങ്ങനെയാണ് തുർക്കിന്ന് വീട്ടുപേര് വന്നതെന്നറിയോ? നമ്മൾക്കെല്ലാം വീട്ടുപേരുണ്ട്. ഈ വീട്ടുപേരൊക്കെ ഉണ്ടാവാൻ ഒരു കാരണവും കാണും. ഇപ്പൊ തെങ്ങുമൂട്ടിൽ നിന്ന് പേര് വന്ന എങ്ങനെയാ? തെങ്ങിന്റെ മൂട്ടിൽ വീട് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഈ തുർക്കിന്ന് പേര് വന്ന എങ്ങനെയാണെന്നറിയോ? മലബാർ കലാപ സമയത്ത് ഇവിടെ കുറെ തുർക്കി പട്ടാളക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു, ഓട്ടോമൻ എംപയേഴ്സ്. ഇതിൽപ്പെട്ട ഒരാളായിരുന്നു എന്റെ വല്യപ്പൻ. അപ്പന്റെ പേര് ബീരാൻ ഇബിൻ അഹമ്മദ് തുർക്കി. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ല. അവർ പറഞ്ഞു, നീ സ്കൂളിലുള്ള പയ്യനല്ല, തമ്പുരാനുള്ള പയ്യനാന്ന് പറഞ്ഞു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവരെന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അറബി കോളേജിന്റെ പേര് കുല്ലിയത്തു ദാറുസ്സലാമിൽ ഇസ്ലാമിൽ അറബിയ. അറബി കോളേജിന്റെ പേരെന്തുവാ? ഒരു ചേച്ചി പറയുന്ന കേട്ടോ, ഗുല്ലു ഗുല്ലു ഗുല്ലു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഞാൻ അവിടെ പഠിച്ചത് എന്താണെന്നറിയോ? ഹോളി ഖുർആൻ, ഇജ്തിമാ, സുന്നത്ത്, ഹദീസ്, മുഅക്കദ്, തഅക്കീദ്, മുജ്മൽ എക്സെട്ര. എന്താ പഠിച്ചെന്ന് മനസ്സിലായോ? അത് തന്നെ. 18ാമത്തെ വയസ്സിൽ എനിക്കൊരു ഡിഗ്രി കിട്ടി. ഡിഗ്രിയുടെ പേര് MFD എന്ന് പറഞ്ഞാൽ മൗലവി ഫാസിൽ ദാരിമി. ഇറ്റ്സ് ഹയസ്റ്റ് ഡിഗ്രി ഗിവൻ ഇൻ ഇന്ത്യ ഫോർ മുസ്ലിം പ്രീസ്റ്റ്ഹുഡ്, ബട്ട് ഐ വാസ് ഓൺലി 18 years old. ഇത് പഠിച്ചു കഴിഞ്ഞ് എന്നെ ഒരു മുസ്ലിം അച്ഛനായി ജോലി ചെയ്യാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം ഇടവക പള്ളിയിൽ കൊച്ചച്ഛനായി ജോലിക്ക് വെച്ചു. കൊച്ചച്ഛന്റെ ജോലി എന്താണെന്നറിയോ? എല്ലാ വെള്ളിയാഴ്ചയും കുർബാന വല്യച്ഛൻ, പ്രസംഗം കൊച്ചച്ഛൻ. അങ്ങനെ ഈ ജുമാ ഖുത്ബ എന്ന് പറയും. ജുമാ ഖുത്ബ എന്ന് അറബി പറഞ്ഞാൽ അതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന പ്രസംഗം എന്ന് പറയണം. അത് ഞാനായി. അങ്ങനെ ഞാനിങ്ങനെ പ്രസംഗിച്ച് പല നാട്ടിലും അറിയപ്പെട്ടു. അപ്പൊ പല ഇടവകളിൽ നിന്ന് ആളുകൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും. ഒരു ഇടവകയിൽ ഞാൻ പോയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. കൺവെൻഷൻ ആയിരുന്നു, ഖുർആൻ കൺവെൻഷൻ, ഈവനിങ് വാള് പരമ്പര എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം. കൊച്ചു പയ്യൻ ആവേശം കൂടിയിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് ഉറക്കെ പ്രസംഗിച്ചു, യേശു ദൈവമല്ല, ബൈബിൾ ദൈവത്തിന്റെ വചനമല്ല, ക്രിസ്തുമതം ദൈവത്തിന്റെ മതമല്ല, യഥാർത്ഥ മതം ഇസ്ലാമാണ്, യഥാർത്ഥ ദൈവം അള്ളാഹുവാണ്, രക്ഷ വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിമാകണം. ഞാനിങ്ങനെ അങ്ങ് കത്തി പ്രസംഗിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ഒരു പേപ്പർ എന്റെ കയ്യിൽ തന്നു. ഞാൻ ആ പേപ്പർ തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളാണ്. അയാൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു, മൗലവി, നിങ്ങൾ എത്ര നേരം പ്രസംഗിച്ചു യേശു ദൈവമല്ല എന്ന്, പക്ഷെ യേശു ആരാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കാതിരുന്നത്? യേശു ദൈവമല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണോ? ദൈവത്തിന്റെ പുത്രനല്ല എങ്കിൽ ഒരു പ്രവാചകനാണോ? പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ വലിയതോ ചെറുതോ? ഇനി പ്രവാചകനല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണോ? അതുമല്ലെങ്കിൽ ഇടമറുക പറഞ്ഞതുപോലെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലയോ? ആരാണ് ക്രിസ്തു? ക്രിസ്തു ദൈവമല്ല എന്നുള്ള നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ നിർത്തിവെക്കണം. മറിച്ച് ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കണം. ഈ മനുഷ്യന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ആരാണ് ക്രിസ്തു? ഈ ചോദ്യം ഞാനറിയാതെ തന്നെ എന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ആഴത്തിൽ എവിടെയോ ഒളിച്ചിരുന്നു. 24 മണിക്കൂറും എന്റെ തലച്ചോറിനെ മർദ്ദിച്ച് ചോദിക്കാൻ തുടങ്ങി, ആരാണ് യേശു? ഉണ്ണാനിരിക്കുമ്പോ ചോദ്യമാണ്, യേശു ആരാണ്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, ചോദ്യമാണ്, യേശു ആരാണ്? പഠിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രതയില്ല, ചോദ്യമാണ്, യേശു ആരാണ്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, ചോദ്യമാണ്, യേശു ആരാണ്? 24 മണിക്കൂറും ആരോ എന്റെ തലച്ചോറിനെ മർദ്ദിച്ച് പുണ്ണാക്കിക്കൊണ്ട് യേശു ആരാണ്, യേശു ആരാണ്, യേശു ആരാണെന്ന് ചോദിച്ചപ്പോ ലോകത്തിലുള്ള 163 കോടി മുസ്ലിമീങ്ങളും വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്ന ഖുർആൻ എന്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അതിനാ ജവാബൻ ഫീ ശിഖാലിക്കൽ ഖുർആൻ ഇന്നക ലാ തഹ്ദി വലാ തുളിൽഹു മൻ യശാ അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബൻ യാ ഇലാഹൽ ആലമീൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് വഴി നടത്തുന്ന സർവശക്തനായ എന്റെ ദൈവം അല്ലാഹുവേ, യേശു ക്രിസ്തു ആരാണെന്ന സത്യം നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അല്ലാഹുവേ, ഖുർആൻ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഖുർആൻ മുഴുവനും വായിക്കും. ഈ ഖുർആനിനകത്ത് യേശുവിനെ കുറിച്ച് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. കാരണം അങ്ങാണ് എന്റെ ദൈവം, ഖുർആൻ അങ്ങയുടെ വചനമാണ്, അങ്ങ് തന്നെ വേണം എന്നെ പഠിപ്പിക്കാൻ യേശു ക്രിസ്തു ആരാണ് എന്ന് അല്ലാഹുവിനോടാ പ്രാർത്ഥന, എന്റെ ദൈവത്തോട്. പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ ഖുർആൻ തുറന്ന് വായിക്കാൻ തുടങ്ങി. ഖുർആനിനകത്ത് 114 അധ്യായങ്ങളുണ്ട്.
ഒന്നുറക്കെ പറഞ്ഞ് എത്ര അധ്യായങ്ങൾ? 6666 വാക്യങ്ങളുണ്ട്. എത്ര വാക്യങ്ങൾ? ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് കണ്ട സ്ഥലങ്ങളിൽ അടിയിൽ വരയിട്ടു. അദ്ദേഹമാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപക നേതാവ്, ഖുർആനിനെ ഈ ലോകത്തിലേക്ക് തന്നയാള്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഖുർആനിൽ വെറും 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത്. എന്നാൽ അതേ ഖുർആനിൽ യേശു ക്രിസ്തുവിന്റെ പേര് 25 സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ ഖുർആനിന്റെ 3-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഖുർആൻ 3-ാം അധ്യായം, അധ്യായത്തിന്റെ പേര് മറിയമിന്റെ കുടുംബം, 45 മുതൽ 50 വരെയുള്ള 5 വാക്യങ്ങൾ. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ ജിബ്രീൽ മലക്ക് മറിയത്തോട് പറഞ്ഞു. ജിബ്രീൽ മലക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. മറിയമേ, അള്ളാഹു അവന്റെ വചനത്തെയും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, ഈസൽ മസീഹ് എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ എന്നർത്ഥം. إذا قضى أمرا فإنما يقول له كن فيكون. മറിയം പ്രാർത്ഥിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതമെന്നിൽ നടക്കട്ടെ എന്ന്. അപ്പോൾ ദൈവാത്മാവിനാലും ദൈവവചനത്താലും മറിയം ഗർഭിണിയായി എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഖുർആൻ പറയുകയാണ്, 9 മാസങ്ങൾക്ക് ശേഷം മറിയം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. യഹൂദന്മാര് മറിയമിന്റെ അരികിൽ വന്ന് പറഞ്ഞു, മറിയമേ, അവിവാഹിതയായ നിനക്ക് കുഞ്ഞ് ജനിച്ചത് വ്യഭിചാരത്തിലായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന്. കുഞ്ഞിന്റെ വയസ്സ് 2 ദിവസം. 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാര് വന്നപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ എഴുന്നേറ്റ് നിന്ന് യഹൂദരെ നോക്കിയിട്ട് പറഞ്ഞു അത്രേ, ഓ യഹൂദ ജനങ്ങളെ, ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവനല്ല, പ്രത്യുത ദൈവത്തിൽ നിന്ന് വന്നവനാകുന്നു. 2 ദിവസം പ്രായമുള്ള ഈശോ സംസാരിച്ചെന്ന് ഖുർആൻ. അടുത്ത വാക്ക് ഖുർആൻ പറയുന്നു, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. യേശുവിന് തൗറാത്ത് എന്നും സബൂർ എന്നും ഇൻജീൽ എന്നും പേരുള്ള 3 പുസ്തകങ്ങളെ അള്ളാഹു സമ്മാനിച്ചു. തൗറാത്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, തോറ. ഇനി ജബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകങ്ങൾ, സാംസ് ഓഫ് ഡേവിഡ് ആൻഡ് സോളമൻ ഇൻക്ലൂഡിംഗ് ഓൾ നബിഉം ആൻഡ് കെതുബിൻ. പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ പഴയ നിയമത്തിലെ, ജോഷുവ മുതൽ മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ജബൂർ. ഇൻജീൽ എന്ന് പറഞ്ഞാൽ ഏവങ്കേലിയോ അയന എന്ന് പറയും. അപ്പൊ ഏവങ്കേലിയോ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം, സുവിശേഷം എന്നർത്ഥം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അയ്യോ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഖുർആൻ പറയുകയാണ്, യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് ചെളി വാരിയെടുത്ത് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയപ്പോൾ അത് ജീവനുള്ള പക്ഷിയായി പറന്നു. തുടർന്ന് ഖുർആൻ പറയുന്നു, ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും യേശുക്രിസ്തു സുഖപ്പെടുത്തി. മയ്യത്തായ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തു. മരിച്ചുപോയ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തെന്ന് ഖുർആൻ. അടുത്ത വാക്ക് ഖുർആൻ പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയതുൽ ലകും ഇൻ കുൻതും മുഅ്മിനീൻ. യേശു സ്വർഗത്തിലേക്ക് പോയി, അവൻ ഇപ്പോഴും ജീവിക്കുന്നു, അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുമെന്ന്. ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു, യേശു ദൈവമല്ല. അപ്പൊ ഒരാൾ പറയാം, യേശു ആരാന്ന് പറയാം. അള്ളാഹിനോട് ഞാൻ പറഞ്ഞു, അള്ളാഹുവെ നീ പറയണം യേശു ആരാ. ഖുർആൻ വായിച്ചു. ഖുർആൻ പറയാണ്, യേശു ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. 2 ദിവസമുള്ളപ്പോൾ സംസാരിച്ചു, ചെളി കൊണ്ട് പക്ഷിയെ സൃഷ്ടിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, വീണ്ടും വരും. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഒരു നിസ്സാര കാര്യം. നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്, അത്രേ ഉള്ളൂ. മുഹമ്മദ് നബി മരിച്ചുപോയാളാണ്. മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാണ്. പക്ഷെ ഖുർആൻ പറയുന്നു യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പൊ ചോദ്യം ഇതാണ്, മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ല ജീവനുള്ള ആളെ സ്നേഹിക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. പിന്നീട് ഞാൻ അറബി കോളേജിൽ വെച്ച് ഒത്തിരി തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ ആ ഭാഗം കട്ട് ചെയ്തേക്കാം. കാര്യം ഖുർആൻ പറയാണ് യേശു വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം മനുഷ്യനായെന്ന 14-ാമത്തെ വാക്യം യോഹന്നാൻ 1.
ഇനി വെളിപാട് പുസ്തകം 19:13 പറയുന്ന എന്താ? അവന്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പൊ ഖുർആനും ബൈബിളും സെയിമായി വരുന്ന രംഗം. അവസാനം ഞാൻ ഈ തർക്കങ്ങളൊക്കെ മൂത്തിട്ട് ഒരു ദിവസം എന്റെ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിലുള്ളപ്പോഴേ മരിച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞു, നീ എന്നെ രക്ഷിച്ചു, അറബി കോളേജ് പറഞ്ഞു വിട്ടു, ഉസ്താദാക്കി, യേശു ആരാന്നറിയാൻ പാടില്ലായിരുന്നു, നിന്നോട് ചോദിച്ചു, നിന്റെ ഖുർആൻ വായിച്ചു, ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനായി. അള്ളാഹ് നീ തന്നെ പറയുന്നത് ഞാൻ എന്താ ചെയ്യണ്ടേ? അള്ളാഹിനോടാ ചോദ്യം, വേറെ ആരോടുമില്ല, എന്റെ ദൈവത്തോട്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആൻ തുറന്നപ്പോ കണ്ട വചനം ഖുർആനിന്റെ 10-ാം അധ്യായം 94-ാം വാക്യം. എന്താ പറയുന്നതെന്നറിയോ? فإن كنتم في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق فلا تكونن من الممترين. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക, അപ്പോൾ നിന്റെ സംശയം തീരും എന്ന ഖുർആനിന്റെ 10-ാം അധ്യായം 94-ാം വാക്യം. ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ പോയി ബൈബിൾ വായിക്കാൻ. എന്നോടൊരു ഉപദേശം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു ധ്യാനത്തിനും പോയിട്ടില്ല. എന്നോട് പറയാ പോയി ബൈബിൾ വായിക്കാൻ. എന്നാൽ പിന്നെ എവിടെ പോയി ബൈബിൾ വായിക്കും എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം ബസ്സിൽ വെച്ചൊരു കന്യാസ്ത്രീയെ കണ്ടു. ഞാൻ ആ കന്യാസ്ത്രീയോട് കുറെ ചോദ്യം ചോദിച്ചപ്പോൾ സിസ്റ്റർ എടുത്ത് വറക്കാൻ തുടങ്ങി. കടക്കട എന്നോട് പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ പാടില്ല, അല്ല അച്ഛനോട് ചോദിക്കണം. അപ്പൊ എനിക്കൊരു ചെറിയ തൊപ്പിയുണ്ട്, പൂസാൻ താഴെയുണ്ട്, വെള്ളം മുണ്ടും പാൻറ്റും ഒക്കെയാണ്. അപ്പം ബൈബിൾ കോളേജ് ഷർട്ടും ഒക്കെ ഉണ്ട്. അപ്പം ബൈബിൾ കോളേജിലുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കും. ഞാൻ അവിടെ ഒന്നിനും മിണ്ടാതിരുന്നു. അച്ഛൻ വന്നിട്ട് ഒരു വചനം വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനം എന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എന്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അള്ളാഹു പറയാണ്, ഞാൻ അവന്റെ അടിമയാണ്, അവൻ എന്റെ യജമാനനാണ്. അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല, യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റിയല്ല. എന്നെ ഒരാൾ അടിമയെ എന്ന് വിളിക്കുന്നത് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു. അന്ന് ബൈബിൾ കോളേജിൽ വെച്ച് വായിച്ച വചനം യോഹന്നാൻ 1:12. എല്ലാവരും ഒന്ന് വലത് ഉയർത്തി പിടിച്ച് ഈ വചനം നേരിട്ട് പ്രാർത്ഥിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഉറക്കെ പറഞ്ഞ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. ഒന്നുറക്കെ പറയണം, യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഈ വചനം നമ്മൾ 2 പ്രാവശ്യം വായിച്ചു, അത് വ്യാഖ്യാനിച്ചും വായിച്ചു. പക്ഷെ നമുക്കാർക്കും ഇത് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് വലത് കയർത്തിയേ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്. ആ കൈയൊന്ന് വീശി കാണിച്ചേ, നന്നായി വീശി കാണിച്ചേ. അടുത്തുള്ളവന്റെ തലയിൽ ഒരു തട്ട് വീഴണ്ടേ? നന്നായി കൈ. ഓക്കെ, കൈ താത്തിട്ടെ. നിങ്ങൾ കൈ ഉയർത്തി വീശിയത് കൊണ്ട് എനിക്ക് 100% ഉറപ്പായി വായിച്ച വചനത്തിന്റെ അർത്ഥം നന്നായി മനസ്സിലായിട്ടില്ല. ചുമ്മയും വായിച്ചു, വ്യാഖ്യാനിച്ചും വായിച്ചു, മനസ്സിലായില്ല. നിങ്ങളിപ്പോ കൈ ഉയർത്തി പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ വിശ്വാസപ്രലം രാവിലെ ഇവിടെ ചെല്ലിയതല്ലോ. എന്താ ചെല്ലിയ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ, ഒന്നുറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന് എത്ര മക്കളാ? നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തൊട്ടു മുമ്പേ കൈയ്യെടുത്തിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഏകപുത്രനായി പോയി. ഇതെന്ത് പരിപാടിയാ? ചേട്ടാ, ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം മനുഷ്യനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൈവത്തിന് മക്കളുണ്ടാവോ? ബൈബിൾ പറഞ്ഞ ഇങ്ങനെയാണ്, സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യൻ